ദ ഓഡിസി കണ്ടു. ഹോമറിന്റെ ക്ലാസിക് എപ്പിക്കിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ്. ക്രിസ്റ്റഫർ നോളനാണ് ഇതിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. സ്റ്റാറിംഗ് മാറ്റ് ഡേമൺ, ടോം ഹോളണ്ട്, ആനി ഹാത്തവേ, റോബർട്ട് പാറ്റിൻസൺ, സെൻഡേയ, അങ്ങനെ ഗംഭീര താരനിര അണിനിരന്ന ഒരു പടവുമാണ്. അപ്പോൾ ഇന്ന് ഈ ഇംഗ്ലീഷ് എപ്പിക് ഫാന്റസി അഡ്വഞ്ചർ ആക്ഷൻ മൂവിയെ കുറിച്ച്. ട്രോജൻ വാറിന് ശേഷം ഒഡീസിയസിന്റെ വീട്ടിലേക്കുള്ള യാത്ര എന്ന് വേണമെങ്കിൽ ചുരുക്കത്തിൽ ഈ സിനിമയെ കുറിച്ച് പറയാം. പടം എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. റിയലി ഗ്രേറ്റ് അല്ലെങ്കിൽ എപ്പിക് എന്ന് തന്നെ പറയാം. വളരെ ക്ലാസിക് സ്റ്റൈലിൽ ക്രിസ്റ്റഫർ നോളൻ പുള്ളിയുടെ സിഗ്നേച്ചർ പതിച്ചൊരുക്കിയ ഒരു മിത്തോളജിക്കൽ ഫിലിം അല്ലെങ്കിൽ ഒരു ഐതിഹാസിക ചിത്രമാണ്. ഞാൻ ആദ്യം തന്നെ പറയാം, നിങ്ങൾക്ക് ദ ഓഡിസി എന്ന കഥ അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒഡീസിയസിനെ കുറിച്ച് കൂടുതലൊന്നും അറിയാതെ നിങ്ങൾ ഈ പടം കാണാൻ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് നന്നായിട്ട് വർക്കായി എന്ന് വരില്ല. സോ അത്യാവശ്യം കഥയൊക്കെ അറിഞ്ഞ് ആ ക്യാരക്ടറിനെ അറിഞ്ഞുകൊണ്ട് തന്നെ പടം കാണുന്നതാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പണ്ട് ആകെ ട്രോയ് എന്നുള്ള സിനിമ മാത്രമേ കണ്ടിട്ടുള്ളൂ. അന്നക്കാലത്താണെങ്കിൽ ഒന്നും കൃത്യമായിട്ട് മനസ്സിലായിട്ട് കൂടിയില്ല. ഇത് ഞാൻ ബ്ലാങ്ക് ആയിട്ട് ആദ്യം കാണാം എന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീട് ഞാൻ ഇതിന് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളും കഥയൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അതുപോലെ ട്രോയ് സിനിമ വീണ്ടും കണ്ടു. കുറച്ച് എക്സ്പ്ലനേഷൻ വീഡിയോസ് കണ്ടു. റീലോഡ് മീഡിയ ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇംഗ്ലീഷ് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. സോ ഇതൊക്കെ അത്യാവശ്യം കണ്ടിട്ട് പടം കാണുന്നതാണ്. ബ്ലാങ്ക് ആയിട്ട് പോയി പടം കാണുന്നതിനേക്കാൾ ബെറ്റർ എന്നാണ് എന്റെ ഒരു പക്ഷം. സോ നിങ്ങൾ മിനിമം ട്രോയ് സിനിമയെങ്കിലും കാണുക. കാരണം ട്രോയിൽ നടക്കുന്ന കഥകളുടെ ബാക്കിയാണ് ഇതിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മിത്തോളജിക്കൽ സ്റ്റോറി എങ്ങനെ ഇത്രയും കൺവിൻസിംഗ് ആയിട്ടും മാക്സിമം റിയലിസ്റ്റിക് ആയിട്ടും അവതരിപ്പിക്കാം എന്നുള്ളത് ഈ പടം കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറയും. ദ ഓഡിസിയുടെ ഒരു പക്കാ നോളൻ വിഷൻ തന്നെയാണിത്. ഒരു നോൺ ലീനിയർ സ്റ്റൈലിലാണ് ഇതിന്റെ കഥ പറച്ചിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഏറിയ ഭാഗവും ഒരു കൈൻഡ് ഓഫ് ഫ്ലാഷ് ബാക്ക് അല്ലെങ്കിൽ ഒഡീസിയസ് ഓർമ്മിച്ച് കഥ പറയുന്ന രീതിയിലൊക്കെയാണ്. ആ ഒരു സ്റ്റൈല് ഈ പടത്തിന്റെ ഒരു മൂഡിന് നന്നായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി. സത്യത്തിൽ ഈ ഒഡീസിയസ് എന്ന കഥാപാത്രം ചെയ്യുന്ന തെറ്റുകൾ, അയാളുടെ അഹങ്കാരം, മണ്ടത്തരങ്ങൾ, ഇതെല്ലാം ഒറിജിനൽ കഥയിൽ നമ്മൾ വായിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് അയാളുടെ ഒരു നീരസമൊക്കെ തോന്നാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. ഇതിലും അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ആ ക്യാരക്ടറിനോട് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ഈ സ്യൂട്ടേഴ്സ് ഉൾപ്പെടെയുള്ള പല ആൾക്കാരോടും നമുക്ക് വല്ലാത്തൊരു ദേഷ്യം തോന്നുകയും ചെയ്യും. സോ ക്ലൈമാക്സിനോടൊക്കെ അടുക്കുമ്പോഴേക്കും നമുക്ക് വല്ലാത്തൊരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ കഥാപാത്രങ്ങളോട് ഉണ്ടാകുന്നുണ്ട്. ക്ലൈമാക്സിൽ പെനലപ്പിയോട് സംസാരിക്കുന്ന പോർഷനൊക്കെ ഇമോഷണലി മൂവിങ് ആയിരുന്നു എന്ന് തന്നെ പറയാം. അതുപോലെ നായക കഥാപാത്രത്തിന്റെ പശ്ചാത്താപം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് മെറ്റഫോഴ്സ് ഒക്കെ കാണിച്ചുകൊണ്ടുള്ള മൊമെന്റ്സ് ഒക്കെ പടത്തിലുണ്ട്. അതൊക്കെ ഒരു ടിപ്പിക്കൽ നോളൻ ടച്ച് തന്നെ പടത്തിന് സമ്മാനിക്കുന്നുണ്ട്. പടത്തിനെ ഗ്രേറ്റ് ആക്കുന്നതും അതൊക്കെയാണെന്ന് പറയാം. കുറെ ഗംഭീര സീക്വൻസുകളൊക്കെ പടത്തിലുണ്ട്. ഞാൻ കൂടുതൽ പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. എങ്കിലും ഈ പോളിഫീമസിന്റെ ഭാഗം, സെർസിയുടെ പോർഷൻസ് ഒക്കെ ഗംഭീര ഇമ്പാക്റ്റ് ആണ് തിയേറ്ററിൽ സമ്മാനിച്ചത്. ഇത് രണ്ടും ഇങ്ങനെ ഈ പടത്തിൽ സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് പറയാം. എനിക്ക് പേഴ്സണലി ഇപ്പോ നമ്മളൊരു ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ സ്ക്രീനിൽ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ മേക്ക് ബിലീവ് എന്നാണല്ലോ. ആ ഒരു കർമ്മം പെർഫെക്റ്റ് ആയിട്ട് ഈ പടം നിർവഹിച്ചിട്ടുണ്ട്. ഒഡീസിയസ് ആയി മാറ്റ് ഡേമൺ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പടത്തിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈം ഉള്ളതും പുള്ളിക്ക് മാത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. പുള്ളി തന്നെയാണ് പടത്തിനെ ഷോൾഡറിൽ ക്യാരി ചെയ്യുന്നതെന്നും പറയാം. ക്യാരക്ടർ ആർക്കൊക്കെ ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് തന്നെ പുള്ളി അവതരിപ്പിച്ചിട്ടുണ്ട്. ടോം ഹോളണ്ട്, ആനി ഹാത്തവേ, റോബർട്ട് പാറ്റിൻസൺ, ഇവർക്ക് 3 പേർക്കുമാണ് പിന്നീട് കൂടുതൽ പ്രാധാന്യമുള്ളതും സ്ക്രീൻ സ്പേസ് ഉള്ളതും. 3 പേരും കിടുവായിരുന്നു. പിന്നെ അത്യാവശ്യം വലിയ റോൾ ഉള്ളത് യൂമിയസ്, ഒഡീസിയസിന്റെ ഏറ്റവും ലോയൽ ആയിട്ടുള്ള ഒരു അന്ധനായിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. ആ റോളില് ജോൺ ഗസാമോ പുള്ളി കിടലനായിരുന്നു. അതുപോലെ സെൻഡേയ ആണ് ഇതിൽ അഥീന ദേവതയായിട്ട് വരുന്നത്. ഒരുപാട് സീനൊന്നുമില്ല, പക്ഷെ ഉള്ളത് നീറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് പെർഫെക്റ്റ് കാസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. ഷാർലിസ് തെറൺ ഇതിൽ കലിപ്സോ എന്ന റോളിൽ നമ്മുടെ സമുദ്ര ദേവതയായിട്ട് വരുന്നുണ്ട്. പുള്ളിക്കാരി നൈസ് ആയിരുന്നു. യൂറിലോക്കസ് ആയിട്ട് വരുന്ന ഹിമേഷ് പട്ടേലിന്റെയും എടുത്തു തന്നെ പറയേണ്ട പെർഫോമൻസ് ആയിരുന്നു. ഇനി ടെക്നിക്കലി ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ക്യാമറ, വിഷ്വൽസ്, ലൊക്കേഷൻ, എഡിറ്റിംഗ്, സൗണ്ട് ഡിസൈൻ എല്ലാം പൊളിയായിരുന്നു. VFX ഒക്കെ വളരെ കിടുവാണെന്ന് പറയാം. നല്ല റിയൽ ഫീൽ തന്നെ തരുന്നുണ്ടായിരുന്നു. ഇതിലെ കടലിൽ കൊടുങ്കാറ്റിൽ പെട്ട് പോകുന്ന സീൻ, അതുപോലെ തന്നെ പോളിഫീമസ് എല്ലാം പൊളിയായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ട്രോജൻ കുതിര പറഞ്ഞപ്പോഴാണ് ഓർത്തത്. പ്രൊഡക്ഷൻ ഡിസൈനും എടുത്ത് തന്നെ പറയണം. പിന്നെ പടം കുറച്ച് വിഷ്വലി ഡാർക്ക് ആണെന്ന് പറയാം. നല്ല ഇരുണ്ട സീനുകൾ ഒരുപാട് പടത്തിലുണ്ട്. അത് ഗ്രാഫിക്സ് ബെറ്റർ ആയിട്ട് ഔട്ട്പുട്ട് കിട്ടാനായിട്ട് സഹായിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. എന്തെങ്കിലും നെഗറ്റീവ് ഇപ്പോൾ VFX ഉണ്ടെങ്കിൽ തന്നെ അത് മാക്സിമം ഹൈഡ് ചെയ്യുന്നുള്ളതാണല്ലോ. അത് ബ്രില്യന്റ് ആയിട്ട് തന്നെ നിർവഹിച്ചിട്ടുണ്ട്. ഈ നെഗറ്റീവ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പടം കുറച്ച് സ്ലോ ആണ്, നല്ല ലെങ്തിയുമാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് സ്ലോ ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ വ്യക്തിപരമായിട്ട് എന്റെ ആസ്വാദനത്തെ ഇത് ബാധിച്ചിട്ടൊന്നുമില്ല. ആൻഡ് 500 കപ്പലുകൾ നങ്കൂരമിട്ട് പോകുന്ന സൗന്ദര്യം ഹെലൻ ഓഫ് സ്പാർട്ടയായിട്ട് ഒരു ബ്ലാക്ക് വുമൻ വന്നതും, അതുപോലെ സിനനായിട്ട് ഒരു LGBT കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു താരം വന്നതും ഒക്കെ പേഴ്സണലി എനിക്കൊരു പ്രശ്നവും തോന്നിയില്ല. എനിക്കിത് കഥയും കഥാപാത്രങ്ങളും അഭിനയിച്ചവരൊക്കെ മനുഷ്യരായിട്ടുള്ള
ആക്ടേഴ്സും ആണ്, അതിനപ്പുറം ഒന്നുമില്ല. സോ ഐ ഡോണ്ട് കെയർ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ തന്നെ കുറെ പേര് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഒക്കെ ഇട്ട് കണ്ടു, വോക്ക് കൾച്ചറാണ് അല്ലെങ്കിൽ ഓസ്കാർ കിട്ടാൻ വേണ്ടിയുള്ള തന്ത്രമാണ് നോളന്റേത് അങ്ങനെയൊക്കെ. എന്നിട്ട് ഇതേ ആൾക്കാർ തന്നെ കലാമണ്ഡലം സത്യഭാമയൊക്കെ എയറിൽ കയറ്റുകയും ചെയ്യും. സോ എനിക്കറിയത്തില്ല ഇവരുടെ മെന്റാലിറ്റി എന്താണെന്ന്. മൈനോറിറ്റി ആയിരുന്നെങ്കിലും പുരാതന ഗ്രീസിലും ബ്ലാക്ക് മനുഷ്യരുണ്ടായിരുന്നു. പിന്നെ ഇവരാരും ദേവതമാരെ ഒന്നും നേരിട്ട് കണ്ടിട്ടുമില്ലല്ലോ. പക്ഷെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെ ഹെലൻ ക്യാരക്ടർ ആണെങ്കിലും മിന്നി മറിഞ്ഞു പോകുന്നേ ഉള്ളൂ, അല്ലാതെ വലിയ പ്രാധാന്യമൊന്നുമില്ല. അതുപോലെ മറ്റേ സിനൻ ക്യാരക്ടറിനെ നോളൻ അവതരിപ്പിച്ചിരിക്കുന്ന ആ രീതി തന്നെ പടത്തിന് നല്ലൊരു ഇമ്പാക്ട് തരുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അത് മാത്രമല്ല ഈ ചർച്ചയൊക്കെ പടത്തിന് മറ്റൊരു തരത്തിൽ ഗുണം ചെയ്തിട്ടേ ഉള്ളൂ. സോ മൊത്തത്തിൽ നിങ്ങൾ ഓഡിസി എന്ന കഥ വായിച്ചുള്ളവരാണെങ്കിൽ, ആ കഥ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പടം കാണണം. ചിലപ്പോൾ എല്ലാവർക്കും ഇത് വർക്കാകുമോ എന്ന കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്. പക്ഷേ ഈ പടത്തിന് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു ക്ലാസ് ഫീലിംഗ് ഉണ്ട്, നല്ല കിടിലം മേക്കിംഗ് ആണ്, കിടു പെർഫോമൻസ് ഉണ്ട്, ക്രിസ്റ്റഫർ നോളന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. പുള്ളി എങ്ങനെ ഒരു മിത്തോളജി ഫിലിം ചെയ്യുമെന്നുള്ള ഒരു ആകാംക്ഷ, ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു. സോ എനിക്കത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ എനിക്ക് പേഴ്സണലി നന്നായിട്ട് വർക്കായ ഒരു സിനിമയാണ് ദ ഓഡിസി. ആൻഡ് തീർച്ചയായിട്ടും ഇതൊരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടം കൂടിയാണ്. അതും ഓൾറെഡി എല്ലാവരും പറയുന്ന പോലെ ഐമാക്സ് ഫോർമാറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്ത സിനിമ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിലവിൽ ഒരു ഐമാക്സിൽ പോലും അതിന്റെ കൃത്യം ഔട്ട്പുട്ടിൽ കാണാൻ പറ്റില്ലെന്നാണ് കേട്ടത്. സോ മാക്സിമം നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഏതെങ്കിലും തിയേറ്ററിൽ തന്നെ ആസ്വദിക്കാൻ ശ്രമിക്കുക. ഞാനിവിടെ 4K ലേസർ അറ്റ്മോസിലാണ് കണ്ടത്, കറക്റ്റ് മാജിക് ഫ്രെയിംസിൽ. എനിക്ക് ഒരുപാട് വലിയ സ്ക്രീൻ കട്ടായ പ്രശ്നമൊന്നും തോന്നിയില്ല. സബ് ടൈറ്റിലൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കാണുന്നുണ്ടായിരുന്നു. സോ എനിക്ക് പേഴ്സണലി ഓക്കെ ആയിരുന്നു. പടം നിങ്ങൾക്ക് ഇപ്പോൾ തിയേറ്ററുകളിൽ കാണാം. 2 മണിക്കൂർ 55 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. പടം 18+ ആണ്, അത് ഓർക്കുക. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.